നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും, അതായത് ജോലി വേണം, സമ്പാദ്യം വേണം എന്നിരുന്നാൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന നിർദ്ദേശം മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുകയും അതിന് തക്കവണ്ണം തൊഴിൽ തന്നെ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ വർഷം വിദേശത്തു നിന്നും തിരിച്ചു വന്ന പലർക്കും ആദ്യ ഒരു ജോലിയുടെ അവസരങ്ങൾ ഉണ്ടാകുവാനും ഒരു പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുകയുള്ളൂ, അതായത് കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പം വർഷങ്ങൾക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ എങ്കിൽ പോലും നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള ജോലി ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ തിരികെ പോകുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനുവേണ്ടി തയ്യാറെടുക്കുവാനും ഇടയുണ്ട്. അറിവുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും പ്രായോഗിക വശമായിട്ട് ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യതയില്ലാത്ത കർമ്മമണ്ഡലങ്ങളാണെങ്കിൽ അതിൽ നിന്നും മാനഹാനിയും പണനഷ്ടവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന വിദേശ പര്യടനത്തിന് അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സ്ഥാപനത്തിൽ നിന്നും മറ്റ് പല സ്ഥാപനങ്ങളിലേക്കും പരിശീലനം കൊടുക്കുന്ന ഒരു വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു തസ്തിക വന്ന് ലഭിക്കുന്നത് ഒരു പക്ഷേ ജോലി നഷ്ടപ്പെടുവാനുള്ള സാഹചര്യങ്ങളെപ്പോലും അതിജീവിക്കാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനിടവരും. വിശ്വാസയോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി പല വിധത്തിലുള്ള വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളായതുകൊണ്ട് സമയബന്ധിതമായിട്ട് മാത്രം പണം മുതൽ മുടക്കിക്കൊണ്ട് ഉദ്ധരിക്കാൻ തക്കവണ്ണമുള്ള അവസരത്തിന് യോഗം കാണുന്നതുമുണ്ട്. സുദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ പലതും എടുക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ചില ജോലിക്കാർക്കെല്ലാം അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. എന്നാൽ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന നിലയിൽ ഇങ്ങനൊരു ഭരണപരിഷ്കാരം ആവിഷ്കരിക്കാൻ ഇടവരും. അധികൃതരുടെ പ്രീതി നിമിത്തം പ്രസ്ഥാനത്തിന് പുതിയതായിട്ടുള്ള ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കാനിടവരും. എല്ലാവർക്കും ഒരേപോലെ നേട്ടമുണ്ടാകുന്ന വിധത്തിൽ മാനസികമായിട്ടും ദേഹപരമായും പ്രവർത്തിക്കാനുള്ള ഒരവസരമുണ്ടാകും. വാഹനം മാറ്റി വാങ്ങുവാൻ സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളോടൊപ്പം തീർത്തും അവിചാരിതമായിട്ടാണ് അവധി ലഭിക്കുവാനും ചിലർക്ക് ജന്മനാട്ടിലെത്തിച്ചേരുക, മറ്റു ചിലർക്ക് ബന്ധുമിത്രാദികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണാഘോഷം വിപുലമായിട്ട് ആഘോഷിക്കാൻ അവസരം വന്നു ചേരും. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. അതീവ ദുഃഖകരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ബന്ധുമിത്രാദികളിൽ നിന്നും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും അതിൻ്റെ കാഠിന്യമൊന്നുമില്ല എന്നിരുന്നാൽ പോലും വ്യക്തിപരമായിട്ടൊന്നും അത് ബാധിക്കാനിടയില്ല എങ്കിൽ പോലും കുടുംബാംഗങ്ങൾക്ക് അതിൻ്റെ ഒരു പരിണത ഫലം ഉണ്ടാവാതിരിക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനിടവരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. വർഷങ്ങളായിട്ട് പല വിധത്തിലുള്ള ചികിത്സകളും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ രോഗശമനം ഉണ്ടാകാതിൻ്റെ വെളിച്ചത്തിൽ പ്രകൃതി ആയുർവേദ ചികിത്സകളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. ചിലർക്ക് സാംക്രമിക രോഗങ്ങളെ കൊണ്ടും മറ്റു ചിലർക്ക് ജീവിതശൈലി രോഗങ്ങളെ കൊണ്ടും അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. നിയമസഹായം തേടി അർഹമായിട്ടുള്ള പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കാനിടവരും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധ്യത കാണുന്നു. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട്
ദേഹക്ഷീണം അനുഭവപ്പെടുമോ എന്ന ധാരണയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അങ്ങനെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാകും. ഇതിന് ഒരുപക്ഷെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളും മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രലോഭനങ്ങളിൽ നിന്നെല്ലാം പിന്മാറി വളരെ പ്രാവർത്തികമായുള്ള രീതിയിൽ ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കുടുംബപരമായിട്ടും തൊഴിൽ മേഖലകളിലും ഒരേപോലെ സമാധാന അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഓഗസ്റ്റ് മാസത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കുമെങ്കിൽ പോലും സെപ്റ്റംബറിലെ അത് പ്രാവർത്തികമാകുവാൻ ഇടയുള്ളൂ. സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഉള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാകും. അസുഖങ്ങൾ പലതുമുണ്ടോ എന്ന തോന്നലുകളെല്ലാം ഒഴിവാക്കി ഒരുപക്ഷെ ധാരാളം ജോലി ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ അതെല്ലാം തന്നെ ഈ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. സംഘടിത ശ്രമങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. വിജ്ഞാനികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും കൊണ്ട് എല്ലാ കാര്യങ്ങളിലും മിതത്വത്തോടുകൂടി ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനിടവരും. തണുപ്പ് രാജ്യത്ത് നിന്നും പിന്മാറി സമശീതോഷ്ണ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ ആദ്യം ഒറ്റയ്ക്ക് പോകേണ്ടതായ സാഹചര്യങ്ങളും പിന്നീട് 6-7 മാസത്തിന് ശേഷം കുടുംബാംഗങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം ഉള്ള ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദര നീർദോഷ രോഗപീഠകൾക്ക് പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുവാനും ഇനി മുതൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുക എന്ന സങ്കല്പത്തോടുകൂടി യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ഇതാണ് അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഓഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ ജോലിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഇനി മുതൽ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധിക്കുക വളരെ കുറവായിരിക്കും. സ്വല്പം സമ്മർദ്ദവും സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നിലവിലുള്ളത് ഉപേക്ഷിച്ചാൽ മറ്റൊരു ജോലി കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണമുള്ളൊരു ക്രമീകരണം തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. പരസഹായം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി പല കാര്യങ്ങൾക്കും പ്രവർത്തിക്കുമെങ്കിൽ പോലും അതിന് യാതൊരു നേട്ടമില്ലാത്തതിനാൽ സ്വല്പം മനസ്സിന് സമ്മർദ്ദമൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും സ്വന്തം കഴിവിനും പ്രാപ്തിക്കും അറിവിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത് തന്നെ ആയിരിക്കും ഭാവിയിലേക്ക് വേണ്ടി വരിക അല്ലെങ്കിൽ നന്നാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ക്ഷമയോടുകൂടി തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ഉന്നത പദവിയിലിരിക്കുന്ന പലർക്കും അവിചാരിതമായിട്ട് ജോലി നഷ്ടപ്പെടുവാൻ തക്കവണ്ണമുള്ള നോട്ടീസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ മനസ്സിന് സ്വല്പം വിഭ്രാന്തിയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഇതൊരു പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ജോലികൾക്ക് അപേക്ഷിക്കാനിടവരും. ഒരുപക്ഷെ കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഓൺലൈനായിട്ട് പല വിധത്തിലുള്ള പാഠ്യപദ്ധതികൾക്കും ചേർന്നതിൻ്റെ നേട്ടം ഈ അതിജീവനത്തിൻ്റെ പാതയിൽ പ്രവർത്തിക്കാനുള്ളൊരവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം വന്ന് ചേരുവാനിടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അത്ര തന്നെ നേട്ടമില്ലാത്തതിനാൽ മനസ്സിന് സ്വല്പം സമാധാനം കുറയും. മേലധികാരികളുടെ അഭാവത്താൽ അദ്ദേഹത്തിൻ്റെ ചുമതലകളെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ പോലും ഉടമസ്ഥരിൽ നിന്നും തൃപ്തികരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ഈ ഒരു പാത ഒരു വർഷത്തേക്ക് തുടരുക തന്നെ വേണ്ടി വരും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ ചുമതലകളും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പലർക്കും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ വർദ്ധിക്കുക, ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാത്തൊരവസ്ഥ വന്നു ചേരുക,
വിജയശതമാനം കുറയുക, ഇങ്ങനെ പല സാഹചര്യങ്ങളെ കൊണ്ടും അടുത്ത വർഷം ആദ്യ പുനഃപരീക്ഷയ്ക്ക് തയ്യാറാകാൻ തക്കവണ്ണം ഒരു ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങളോ, ഇനി അതല്ല മനസ്സിന് ഉദ്ദേശിച്ച വിഷയത്തിലല്ല എങ്കിൽ ഭാവിയിലേക്ക് തൊഴിൽ സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ പരാജയം ഉണ്ടാകുവാനിടയുണ്ട്. കുടുംബത്തിലെ അസ്വാരസ്യങ്ങളെ കൊണ്ട് അന്യഗ്രഹത്തിലോ ബന്ധുഗ്രഹത്തിലോ സുഹൃത്തിൻ്റെ ഗ്രഹത്തിലോ ഓണം ആഘോഷിക്കാനിടവരും. മറ്റു ചിലർക്ക് അവധി ലഭിക്കും എന്ന ധാരണയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ചിലർക്ക് അന്യനാട്ടിൽ നിന്ന് ജന്മനാട്ടിൽ എത്താൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ അന്യനാട്ടിലും, അതേപോലെ തന്നെ മാതാപിതാക്കൾ ജന്മനാട്ടിൽ താമസിക്കുന്നു, അന്യനാട്ടിൽ നിന്നും മക്കൾ വരാത്തതിൻ്റെ വെളിച്ചത്തിൽ സഹപ്രവർത്തകരെയും അല്ലെങ്കിൽ നാട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ഓണം ആഘോഷിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. അവിചാരിതമായിട്ട് പകർച്ചവ്യാധി പിടിപെടുവാനിടയുണ്ട്. നിരവധി ചുമതലകൾ ഏറ്റെടുക്കുന്നതിനാൽ ദേഹക്ഷീണം അനുഭവപ്പെടുവാനിടവരും. ഒരു പക്ഷേ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് അവധിയൊക്കെ ലഭിക്കുമെങ്കിൽ പോലും മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ഒരു വിഹക വീക്ഷണം, ഒരു മേൽനോട്ടം വഹിക്കത്തക്ക വിധത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ നിർബന്ധിതനാകും. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുതിയ തൊഴിൽ ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. കരാർ ജോലികളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. എന്നാൽ ആത്മാർത്ഥ സുഹൃത്ത് ഏറ്റെടുക്കുന്ന കരാർ ജോലികളുടെ ഉപവിഭാഗം ഏറ്റെടുക്കുവാനും അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ സമയബന്ധിതമായിട്ടൊന്നും ചെയ്തു തീർക്കാൻ സാധിക്കുകയില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടതുമാണ്. സുവ്യക്തമായിട്ടുള്ള കർമ്മപദ്ധതികളായതുകൊണ്ട് ദീർഘകാലത്തേക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവലംബിക്കാൻ തക്കവണ്ണം, അതിന് തക്കവണ്ണം എല്ലാ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങളും ഒരു പക്ഷേ ജോലി സ്ഥലത്ത് സ്ഥിരം താമസമാക്കിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പരാമർശങ്ങൾ പലതും വന്നു ചേരുമെങ്കിൽ പോലും യുക്തിപൂർവം അതിനെ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബ തർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് യോഗമുണ്ട്. പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ആരാധനാലയ ദർശനവും നടത്തുവാനും മറ്റു ചിലർക്ക് വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകുമെങ്കിൽ പോലും അമിത വേഗതയുള്ള വാഹനോപയോഗം തീർത്തും ഒഴിവാക്കേണ്ടതാണ്. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും. സഹപാഠികളോടൊപ്പം യാത്രകൾ പലതും വേണ്ടി വരുമെങ്കിൽ പോലും ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. സാഹസ പ്രവൃത്തികളിൽ നിന്നും പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കാനിടവരും. കഴിഞ്ഞ വർഷം, അതായത് 2025 മെയ് മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കാർഷികമായിട്ടുള്ള മേഖലകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ അതിൽ പല അപാകതകളും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഏറെക്കുറെ നേട്ടം കൈവരിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മേഖല ആദ്യം വിപുലീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി സ്വല്പം പണച്ചെലവ് ഉണ്ടെങ്കിൽ പോലും ആധുനിക കൃഷി രീതികൾ അവലംബിച്ചും കൊണ്ട് ഉദ്ധരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. പ്രവർത്തന പുരോഗതി വിലയിരുത്തി ചില കാര്യങ്ങളെല്ലാം ഒഴിവാക്കുവാൻ തീരുമാനിക്കും. കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുവാനും അന്വേഷണം ആരംഭിക്കുവാനും ഇടയുണ്ട്. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനിടവരും. എന്നാൽ വാങ്ങിക്കുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടിയതായിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുക തന്നെയായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം കേടുപാടുകൾ ഉടനെ തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്.
ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ആശയങ്ങൾ സ്വീകരിച്ചും കൊണ്ട് പുതിയ ഭരണ സംവിധാനം, പുതിയ ആശയങ്ങൾ അവലംബിച്ചും കൊണ്ടുള്ള ഭരണ സംവിധാനം അവലംബിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. അധിക ചെലവ് വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അന്യരാഷ്ട്രത്തിൽ നിന്നും ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുവാൻ തീരുമാനിക്കും. പണം കടം കൊടുക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. ശുഭകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനും ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.